ഇന്ന് വെള്ളിയാഴ്ച 2 സിനിമ റിലീസ്, 2 അല്ല 3 മലയാള സിനിമകൾ റിലീസായിട്ടുണ്ട്. ഒന്ന് LLB, പിന്നെ അയ്യറീൻ അറേബ്യ, പിന്നെ മൃദു ഭാവെ എന്ന് പറഞ്ഞൊരു പടം. അതിൻ്റെ പേര് പറയാൻ എനിക്ക് കിട്ടില്ല, പേര് ഞാൻ പറയാൻ ശ്രമിക്കുന്നുമില്ല. അപ്പോൾ ഞാനിന്ന് ഇതിൽ 2 പടങ്ങൾ കണ്ടു. അതായത് അയ്യറീൻ അറേബ്യയും പിന്നെ അതേപോലെ മൃദു ഭാവയും ആ പടവും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള റിവ്യൂ ആയിട്ടാണ് വന്നത്. അത് ആദ്യം കണ്ടത് അയ്യറീൻ അറേബ്യ. എനിക്ക് അങ്ങനെ മോശം പടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ എല്ലാ പടങ്ങളും നമുക്കറിയാമല്ലോ, ഒരു കോമഡി ആ റേഞ്ചൊക്കെ. ഇതും ആ റേഞ്ചിൽ തന്നെയുള്ള കോമഡീസ് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ധ്യാൻ്റെ ഒക്കെ കോമഡിയും കാര്യങ്ങളുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അത് കഥ കാര്യത്തിലേക്ക് മാറി. അതായത് ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു അച്ഛൻ മകൻ ബന്ധം അതിലോടുകൂടി നിർത്തിയിട്ടാണ് ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇതിൽ അഭിനയിച്ചിരുന്നത് മറ്റേ മുകേഷ്, സീനിയർ നടനായ മുകേഷ്, അതേപോലെ ഉർവശി, പിന്നെ ഷൈൻ ടോം ചാക്കോ, പിന്നെ ധ്യാൻ, പിന്നെ അങ്ങനെ കുറച്ച് പേര്. പിന്നെ അലൻസിയറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അലൻസിയറൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒരു ഡോൺ പോലെയുള്ള റോളാണ് ചെയ്തേക്കണത്. പക്ഷേ അത്രയ്ക്ക് വലിയ ഡോണല്ല, എന്നാലും ഒരു അത്യാവശ്യം ക്യാഷ് ടീംസൊക്കെ ജീവിക്കണ പോലെ ഉള്ള റോള് എന്തുകൊണ്ടും രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കൊന്നും അധികം റോളില്ല ഈ പടത്തിൽ, അങ്ങനെ തോന്നി എനിക്ക്. അതായത് ഉള്ള റോള് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ റോള് കുറവുള്ള പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് കയറിയതാണ് മൃദുഭാവേ സംഭവം, ആ പടം. ആ പടം എന്ന് പറഞ്ഞാൽ അതായത് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിൻ്റെ മേനെയാണ്, കളി എന്ന് വേണമെങ്കിൽ പറയാം. ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അതായത് പടം തുടങ്ങി ഒരു ലെവൽ പോലെ ആക്കണു, ഒരു ചെറിയൊരു സംഭവം, ഒരു കഥ നടക്കണു, ആ കഥ തീർന്നു. അതായത് ഫസ്റ്റ് ഹാഫിൽ ആ കഥ തീർന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പുള്ളി അതിൻ്റെ കുറ്റബോധം കാരണം മാറിയൊക്കെ ജീവിക്കണു, അങ്ങനെ കാര്യങ്ങളൊക്കെ ജീവിക്കണു, ഒരു ഡോൺ പോലെ ആവണു. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി തൊട്ട് വീണ്ടും ട്വിസ്റ്റ് വരാം. അതായത് ഫസ്റ്റ് നടന്ന കഥയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കുറ്റാന്വേഷണം പോലത്തെ സംഭവങ്ങൾ. രസം, നല്ല പടം. അതായത് തിയേറ്റർ വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ട്വിസ്റ്റൊക്കെ കണ്ട് നമുക്ക് കോരിത്തിരിക്കാനുള്ള സംഭവമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് കണ്ട 2 പടങ്ങളും എനിക്ക് വലിയ മോശമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ അയ്യറീൻ അറേബ്യ അതിന് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കും. എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു.